പക്ഷെ ചില ആൾക്കാരുണ്ട്, അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവരെല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചവരാണ്. സയൻസ് അങ്ങനെയല്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മൾ എവിടെ നിന്ന് വന്നു, അവരുടെ ഉത്തരവുണ്ട്. എങ്ങോട്ട് പോകുന്നു, ഉത്തരവുണ്ട്. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, അടിപൊളി ഉത്തരവാണ്. ഇങ്ങനെ ഉത്തരം കൊടുക്കൽ എന്ന് പറയുന്നത് വളരെ അപഹാസ്യമായ രീതിയാണ്. കാര്യം ഉത്തരങ്ങൾ കൊടുക്കുക എളുപ്പമാണ്. false answers can be distributed very easily. അതുകൊണ്ട് ഒരു ചോദ്യം ഇല്ലാതാകുകയോ അതിനെ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയോ ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള വ്യാജ ഉത്തരങ്ങളാണ് മതം അല്ലെങ്കിൽ മതചിന്തകർ കാലങ്ങളായി നൽകി വരുന്നത്. ശങ്കര വേദാന്തവും അത്തരത്തിലുള്ള ഒരു വ്യാജ ഉത്തരമാണ്. ഞാൻ ആരംഭത്തിൽ ഇൻട്രഡക്ഷനിൽ പറഞ്ഞു ശാസ്ത്രീയമല്ല എന്നുള്ളതിന് 3 അല്ല എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ഞാൻ പറയാം. ആദ്യമായി നമ്മൾ ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ സയൻസ് ആണ്. മോഡേൺ സയൻസിന് ഒരു മെത്തഡോളജി ഉണ്ട്, അതിന് പാരാമീറ്റേഴ്സ് ഉണ്ട്, മാനദണ്ഡങ്ങളുണ്ട്, അതിന് ടൂൾസ് ഉണ്ട്. അത് വെച്ച് ശങ്കര വേദാന്തം എന്ന് പറയുന്ന ഒരു യക്ഷിക്കഥ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് അമ്പയെ തകർന്നു പോകും. യാതൊരു നിലനിൽപ്പും ഇല്ല. അതുകൊണ്ട് ആ വകുപ്പിൽ അത് ശാസ്ത്രീയമല്ല. 2, ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ ശാസ്ത്രിക്കപ്പെട്ടത് എന്തോ ശാസ്ത്രം എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് കളക്ടർ ഓർഡർ കൊടുക്കാതിരിക്കുമ്പോഴും പോലീസിന്റെ സഹായത്തോടു കൂടി കമ്പക്കെട്ട് നടത്താം എന്ന് പ്രാചീന ജനങ്ങൾ ശാസിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ശാസ്ത്രമായിട്ട് വെച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ മുതലക്കുളത്തിൽ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ, വിവാഹത്തിന് തൊട്ട് മുന്നേ മുതലക്കുളത്തിൽ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമാനായിട്ടുള്ള മകനെ കിട്ടും എന്ന് പ്രാചീനര് അല്ലെങ്കിൽ മുതിർന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ശാസ്ത്രമാണ്. അത് പക്ഷിശാസ്ത്രം, ഗൗളിശാസ്ത്രം, അങ്ങനെ ഒരുപാട് ശാസ്ത്രങ്ങൾ അല്ലാത്തതില്ല. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ശങ്കര വേദാന്തം ഒരു ശാസ്ത്രമാണോ എന്നുള്ള ചോദ്യം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ശാസ്ത്രമാണ്. പക്ഷേ ആ രീതിയിൽ നോക്കിയാലും വേറൊരു പ്രശ്നമുണ്ട്. അതെന്താണ്? ശങ്കര വേദാന്തം യഥാർത്ഥത്തിൽ ഇന്ന് ക്ലെയിം ചെയ്യുന്നത് ആദ്യകാല ബ്രാഹ്മണ മതവും കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിനുള്ളിൽ ഉരുവം കൊണ്ടുവന്ന ഹിന്ദു മതവുമാണ്. ഈ മതങ്ങളാണ് അത് ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ ഹിന്ദു മതത്തിന്റേതായിട്ടുള്ള ഒരു ചിന്താസരണിയും രീതികളുണ്ട്. അപ്പൊ അവർക്ക് ശാസ്ത്രം എന്ന് പറയാവുന്ന കുറെ ഗ്രന്ഥങ്ങളുണ്ട്, വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, ധർമ്മശാസ്ത്രങ്ങളുണ്ട്, ഈവൻ പുരാണങ്ങളൊക്കെ കഥകളായിട്ട് അവർ എടുക്കുന്നുണ്ടാവില്ല. പക്ഷെ കുറേയധികം ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളുടെ പിൻബലം ഉള്ളതിനെയാണ് ശാസ്ത്രീയം എന്ന് പറയുന്നത്. നോട്ട് എ പോയിന്റ്. ആ ഗ്രന്ഥങ്ങളുടെ പിൻബലം ഉള്ളതാണോ ശങ്കര വേദാന്തം എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ്. അതായത് ഹൈന്ദവ ദർശനങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള മതസാഹിത്യത്തിന്റെ ശരിയായ പിന്തുണ ശങ്കര വേദാന്തത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ശങ്കര വേദാന്തത്തിന്റെ പിന്തുണ വരുന്നത് ബുദ്ധമതത്തിലാണ്. ഇപ്പൊ ചില പറയും ശങ്കരനെ പ്രസന്ന ബുദ്ധൻ എന്ന് വിളിച്ചു, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ കുറെ എസ്സേകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് ശരിയല്ല നമ്മൾ തെളിയിക്കണം. ശങ്കര വേദാന്തത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബുദ്ധമതമാണ്. ബുദ്ധമതം നിങ്ങൾ ശാസ്ത്രമായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ജൈനമതം നിങ്ങൾ ശാസ്ത്രമായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ശങ്കര വേദാന്തം ശാസ്ത്രീയമാണ്, അല്ലെങ്കിൽ ശാസ്ത്രീയമല്ല. രണ്ടാമത്തല്ല. ഇനി മൂന്നാമത്തല്ല എന്താണ്? സയൻസിൽ നിന്നും വിട്ടുകൊണ്ട്, മതശാസ്ത്രങ്ങളിൽ നിന്നും വിട്ടുകൊണ്ട് നമ്മുടെ ശാസ്ത്രം എന്ന് പറയുന്ന കുറെ പ്രമാണങ്ങളൊക്കെ ഉണ്ട്. ഒരു കോമൺ സെൻസ് നോളജ്. ഉദാഹരണമായിട്ട് പല സെക്കുലർ ആയിട്ടുള്ള പല നോളജസ് ഉണ്ട്. അത് നമ്മൾ പറയുമ്പോൾ അത് വളരെ ശാസ്ത്രീയമായിട്ടാണ് ചെയ്യുന്നത്. യുക്തി ഉണ്ടാവും, റൈം ഉണ്ടാവും, റീസൺ ഉണ്ടാവും, എവിഡൻസ് ഉണ്ടാവും. പക്ഷെ അത് സയൻസ് ആയിരിക്കില്ല. സയൻസിന്റെ മെത്തഡോളജി വെച്ച് അതിനെ പരിഹരിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിർദ്ധാരണം ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അതൊരു സംവാട്ട് ലുക്ക് ലൈക്ക് എ കോമൺ സെൻസ് സയൻസ്. അങ്ങനെ ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രമാണോ? അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാ വേണ്ടത്? അവിടെ റൈം വേണം, അതായത് താളപ്പൊരുത്തം വേണം, ഉന്നയിക്കുന്ന വാദങ്ങളും ആദ്യവാദങ്ങളും മധ്യത്തിലുള്ള വാദങ്ങളും പിന്നീടുള്ള വാദങ്ങളും എല്ലാം പൊരുത്തപ്പെടണം, എവിഡൻസസ്, പോസിബിൾ എവിഡൻസസ്, യുക്തി ഉണ്ടാവണം. ഇതൊക്കെ ഉള്ളതാണോ ശങ്കര വേദാന്തം? ആ രീതിയിൽ മൂന്നാമത്തെ തലത്തിൽ അത് ശാസ്ത്രീയമാണെന്ന് ചോദിച്ചാൽ അല്ലേ അല്ല. അങ്ങനെ 3 രീതിയിലും ശങ്കര വേദാന്തം ശാസ്ത്രീയമല്ല. ബൗദ്ധിക അഭ്യാസങ്ങൾ, ന്യായ വൈകല്യങ്ങൾ, ഇത് മാത്രമേ ഇതിനകത്തുള്ളൂ. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വാദങ്ങൾ എന്റെ ബഹുമാനപ്പെട്ട എതിർ സംവാദകൻ മുന്നോട്ട് വെക്കുന്നതനുസരിച്ച് ബാക്കി കാര്യങ്ങളുമായി ഞാൻ അടുത്ത റൗണ്ടിൽ വരാം. താങ്ക് യു ഫോർ ലിസണിംഗ്. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് പ്രൊഫസർ രവിചന്ദ്രനോടുള്ള ആദരവ് പ്രകടമാക്കിക്കൊണ്ട് എന്റെ എതിർ സംവാദകൻ എന്ന് പറഞ്ഞ വാക്യത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല. കാരണം കൈയടിക്കാൻ പാടില്ല. അത്രയും ചിന്തിക്കുക, യുക്തിപൂർവ്വം ചിന്തിക്കുക. കാരണം അദ്ദേഹത്തിന്റെ വേദാന്ത പ്രഭാഷണം കേട്ടപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന് വേദാന്തത്തെ കുറിച്ച് ഒരു വസ്തു അറിയില്ല. കാരണം ഒരു ശാസ്ത്ര രീതിയിൽ, അത് ഫിസിക്സ് എന്നോ കെമിസ്ട്രി എന്നോ ഏതെങ്കിലും ശാസ്ത്രമാകട്ടെ, അത് പഠിക്കുന്നതിനൊരു സമ്പ്രദായമുണ്ട്. ഒരാൾ കോളേജിൽ പോകാതെ, ലബോറട്ടറിയിൽ പോകാതെ, പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെയ്യാതെ കേവലം പുസ്തകം വായിക്കുക, വീട്ടിലിരുന്ന പുസ്തകം വായിക്കുക മാത്രം ചെയ്തുവെങ്കിൽ അത് ഒരു സയൻസിൻ്റെതായ രീതിയിലുള്ള അല്ലെങ്കിൽ സയന്റിഫിക് വേയിലുള്ള ഒരു സയൻസ് പഠനമാണെന്ന് ഞാൻ അംഗീകരിക്കില്ല. എല്ലാ ശാസ്ത്രങ്ങൾക്കും, അത് വേദാന്തമെന്നോ സാഖ്യമെന്നോ പറയേണ്ടതില്ല, എല്ലാ ശാസ്ത്രങ്ങൾക്കും, അത് മോസ്റ്റ് മോഡേൺ ആയി നമ്മൾ പറയുന്ന ഏത് പേര് വേണമെങ്കിലും വിളിച്ചോളൂ, ഏത് ശാസ്ത്രത്തിനും പഠനത്തിനൊരു സമ്പ്രദായ ശുദ്ധിയുണ്ട്. ആ ശുദ്ധിക്ക് അനുസരിച്ച് ആ രീതിയിലൂടെ പഠിച്ചാൽ മാത്രമേ ആ ശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് പോകാൻ പറ്റൂ. അതല്ലാതെ ബാഹ്യമായി പ്രത്യേകിച്ച് വിമർശിക്കാൻ വേണ്ടി എന്തെങ്കിലും മാത്രം പഠിക്കുകയാണെങ്കിൽ ആർക്കും ഏതിനെ കുറിച്ചും പഠിക്കാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയതിന്റെ വാർഷിക ദിനത്തിൽ ആ ഒരു ശാസ്ത്ര മഹിമയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുവന്ന പത്ര റിപ്പോർട്ട് കണ്ടിട്ട് ഒരു വ്യക്തി ഈ സ്വാമി ചിദാനന്ദപുരിയോട് പറഞ്ഞു, കള്ളത്തരം അറിയാതെ ഒരിക്കലും ചന്ദ്രനിൽ നിന്ന് മനുഷ്യന് കയറാൻ പറ്റില്ല, അതൊക്കെ വെറുതെ ഉണ്ടാക്കിയിട്ടുള്ളതാ, അത് ശരിയല്ല. എന്താ അദ്ദേഹത്തോട് പറയാ? ദൈക്ഷണികമായ ശാസ്ത്ര സാങ്കേതിക മികവിന്റെ ലബ്ധിയിലൂടെ മനുഷ്യൻ ത്യാഗനിഷ്ഠമായ ജീവിതവും അന്വേഷണവും നയിച്ച് ചന്ദ്രനിലെത്തി, അവിടെ കാലുകുത്തി, ആ ശാസ്ത്രത്തിന്റെ ആ സാങ്കേതിക വിദ്യയുടെ മഹിമയെ അംഗീകരിക്കുന്നതിന് പകരം അങ്ങനെ സംഭവിക്കുകയില്ല, സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോ എന്താ അദ്ദേഹത്തോട് പറയാ? അതുപോലെ തന്റെ സംഭാഷണത്തിന്റെ ആദ്യം ശങ്കര വേദാന്തം ശാസ്ത്രമേ അല്ല 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 എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ സംവാദത്തിന് സ്ഥാനമില്ല. മുൻധാരണകൾ കൊണ്ട് നിറഞ്ഞ മനസ്സിനോട് സംവാദം ചെയ്യുക ഭ്രാന്തന്റെ പണിയാണ്. ആ ഭ്രാന്തിനെ നമ്മൾ അനുവർത്തിക്കുന്നില്ല. എന്നാൽ ഇവിടെ കൂടിയ ഈ സജ്ജനങ്ങൾ
വിചാരശീലതയുള്ളവർ, യുക്തിപൂർവ്വം ചിന്തിക്കാൻ തയ്യാറുള്ളവർ, ഏതെങ്കിലും പ്രകാരത്തിൽപ്പെട്ട ഗ്രന്ഥമെന്നോ മതമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ യുക്തിവാദിയെന്നോ ഏതെങ്കിലും തരത്തിൽപ്പെട്ട വിധേയത്വം കൊണ്ട് മസ്തിഷ്കത്തിന് ഇനിയും ആദ്യം ബാധിച്ചിട്ടില്ലെങ്കിൽ സമ്പ്രദായ ശുദ്ധിയോടുകൂടി ഏതെങ്കിലും ശാസ്ത്രങ്ങൾ പഠിക്കുക. അതാണ് നമുക്ക് ആരംഭത്തിൽ പറയാനുള്ളത്.